ഇടുക്കി മെഡിക്കൽ കോളേജിലെ 2 ബിൽഡിംഗുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നടപ്പാത വേണമെന്ന ആവശ്യം ആശുപത്രി സ്ഥാപിതമായ കാലം മുതൽ നിലനിൽക്കുന്നതാണ്. രോഗികളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് പ്രതിദിനം സഞ്ചരിക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിന് പുതിയ മന്ദിരം നിർമ്മിച്ചപ്പോൾ ഗൈനക് പീഡിയാട്രിക് വിഭാഗങ്ങൾ ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. മാത്രമല്ല എക്സ്റേ, സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ലാബും പഴയ കെട്ടിടത്തിലാണ് ഉള്ളത്. ഇതുമൂലം ആളുകൾക്ക് അവിടേക്ക് പ്രതിദിനം കയറിയിറങ്ങേണ്ട അവസ്ഥയാണ്. റോഡ് മാർഗം വരുമ്പോൾ ഏകദേശം 800 മീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇതുമൂലം ആളുകൾ ദുർഘടം പിടിച്ച ഈ പാതയിലൂടെയാണ് കയറിയിറങ്ങുന്നത്. പ്രായമായവർക്കും രോഗികൾക്കും ഈ വഴിയുള്ള യാത്ര വലിയ ദുരിതമാണ്. വളരെ ദുർഘടം പിടിച്ച ഒരു പാതയാണ് ഇത്. സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്ന് മേളിലേക്ക് കയറുകയും താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. ഈ 2 കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ചികിത്സ നടക്കുന്നത്. ഗർഭിണികളും കുട്ടികളുടെയും ചികിത്സ താഴെയും, ഓപ്പറേഷൻ തിയേറ്റർ താഴെയും, ബാക്കി ചികിത്സകൾ മുഴുവൻ മുകളിലുമായിട്ടാണ് നടക്കുന്നത്. ഇരു ബിൽഡിങ്ങുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യം കെട്ടിട നിർമ്മാണ കാലം മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. ഇക്കാര്യം മന്ത്രി, MP എന്നിവരുടെ മുന്നിലും പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും നിരവധി തവണ ആവശ്യമായി ഉന്നയിച്ചതാണ്. എന്നാൽ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് ഇരുവരുടെയും ഭാഗങ്ങളിൽ നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ ആശുപത്രി മെയിൻ്റെനൻസിനും മറ്റാവശ്യങ്ങൾക്കും ഫണ്ടുകളിൽ വകയിരുത്തിപ്പെട്ടിരിക്കുമ്പോൾ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നും അനാസ്ഥയുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി.